ഇറാനിനും ലെബനനുമെതിരായ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടി. ഇസ്രായേലുമായുള്ള എല്ലാ പ്രതിരോധ കരാറുകളിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് ഇറ്റലിയുടെ തീരുമാനമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി സൈനിക സഹകരണ കരാറുകളും പിന്തുണയും ഇറ്റലി മരവിപ്പിച്ചതായി ജോർജിയ മെലോണിയ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു എന്ന് വെറോണയിൽ നടന്ന പരിപാടിയിൽ മെലോണി പറഞ്ഞതായി ഇറ്റാലിയൻ വാർത്താ ഏജൻസികളായ ANSA, AGI എന്നിവർ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായുള്ള പ്രതിരോധ കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് AAFP നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിരോധ കരാർ തുടരുന്നത് രാഷ്ട്രീയപരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നായിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 2006 ഇസ്രായേൽ അംഗീകരിച്ച കരാർ ഓരോ 5 വർഷവും പുനഃപരിശോധിക്കാറുണ്ട്. ഇത്തവണ അത് പുതുക്കേണ്ടതില്ലെന്ന നിലപാടാണ് ഇറ്റലിക്ക്. സൈനിക ഉപകരണങ്ങൾ, പരിശീലനം, വിവര സാങ്കേതിക വിദ്യ, ഗവേഷണം, വികസനം തുടങ്ങിയവയാണ് കരാറിലെ പ്രധാന ഭാഗം. ഇറാന് പിന്നാലെ ലെബനനിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. ലെബനനിലെ ഇറ്റാലിയൻ ഐക്യരാഷ്ട്രസഭ സമാധാന സേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വാരസ്യവും ഉടലെടുത്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ കരാറിൽ നിന്ന് ഇറ്റലി പിന്മാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ലെബനീസ് വിമോചന പ്രസ്ഥാനമായ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ US-ന്റെ മധ്യസ്ഥതയിൽ ലെബനൻ സർക്കാരും ഇസ്രായേലും തമ്മിൽ വാഷിംഗ്ടണിൽ ചർച്ചയ്ക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. അതേസമയം സംഭവത്തോട് പ്രതികരിച്ച് ഹിസ്ബുള്ള തങ്ങളെ നിരായുധീകരിക്കാനുള്ള ഇസ്രായേൽ തന്ത്രമാണ് ചർച്ചയെന്നും ലെബനീസ് സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നും ആവശ്യപ്പെട്ടു. തുറന്നതും ഉന്നത തലത്തിലുള്ളതുമെന്ന് അമേരിക്ക വിശേഷിപ്പിച്ച ഈ ചർച്ച 1993 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ആദ്യ ഉഭയകക്ഷി ഇടപെടൽ ആയിരിക്കും. ചർച്ചകളിലൂടെ ലബനാൻ അധികാരികൾ വെടിനിർത്തൽ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഹിസ്ബുള്ള സായുധ സംഘത്തെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. US-ലെ ലെബനീസ് അംബാസഡർ നാദ ഹമാദെ, US-ലെ ഇസ്രായേൽ അംബാസഡർ യെച്ചി ലിറ്റർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ലബനനിലെ US അംബാസഡർ മൈക്കൽ ഇസ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ മൈക്കൽ നീതാം എന്നിവരാണ് ഇരുപക്ഷത്തു നിന്നുമായി ചർച്ചയിൽ പങ്കെടുക്കുക. അതേസമയം ചർച്ചയിലൂടെ വെടിനിർത്തൽ സാധ്യത വളരെ വിരളമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചർച്ചയിൽ നിന്ന് പിന്മാറാൻ ഹിസ്ബുള്ള ലബനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സായുധ സംഘത്തെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിന് സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള തന്ത്രമാണ് ചർച്ചകളെന്ന് ഹിസ്ബുള്ള നേതാവ് ഖാസിം നഈം പറഞ്ഞു. ലബനനെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് കുറഞ്ഞത് 2080 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അതേസമയം പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും മുഴുവൻ രാജ്യങ്ങളുടെയും പരമാധികാരം അംഗീകരിക്കപ്പെടണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൈനയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളെയും പരമാധികാരം, സുരക്ഷാ അതിർത്തികൾ എന്നിവ പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണം. സുരക്ഷാ ഉദ്യോഗസ്ഥർ, സൗകര്യങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ കാര്യക്ഷമമായി സംരക്ഷിക്കപ്പെടണമെന്നും പശ്ചിമേഷ്യയ്ക്കും ഗൾഫ് മേഖലയ്ക്കും പൊതുവായതും സമഗ്രവും സഹകരണപരവും സുസ്ഥിരവുമായ സുരക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ ഇസ്രായേൽ US ആക്രമണം സംബന്ധിച്ച് ഷീ നടത്തിയ ആദ്യ പ്രതികരണമാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.